ഇതെന്താണ്? മാർക്ക് 11:12-22 ഒരു അത്തിമരത്തോട് ജീസസ് കാണിച്ച ദീനാനുകമ്പയാണ്. എന്താണ് അദ്ദേഹം കാണിച്ചത്? ദ നെക്സ്റ്റ് ഡേ ദേ വർ ലീവിങ് ബെഥനി. അടുത്ത ദിവസം ഒരു ബെഥനി വിട്ടു പോവുകയായിരുന്നു. ജീസസ് വാസ് ഹംഗ്രി. ജീസസിന് ഭയങ്കര വിശപ്പ്. അപ്പോൾ നമുക്ക് കാണാം, ദൂരെ ഒരു അത്തിമരം നിൽക്കുന്നു. എ ഫിഗ് ട്രീ ഇൻ ലീഫ്. ഹി വെന്റ് ടു ഫൈൻഡ് ഔട്ട് ഇറ്റ് ഹാഡ് എനി ഫ്രൂട്ട് ഓർ നോട്ട്. അതിനകത്ത് എന്തെങ്കിലും അത്തിമരത്തിൽ എന്തെങ്കിലും കായോ പഴം ഉണ്ടെന്ന് അറിയാനായിട്ട് ജീസസ് പറിച്ച് കഴിക്കാനായിട്ട് ചെന്നു. വെൻ ഹി റീച്ച്ഡ് ഇറ്റ് ഹി ഫൗണ്ട് നത്തിങ് ബട്ട് ലീവ്സ്. അവിടെ ചെന്നപ്പം ഇല മാത്രമേ ഉള്ളൂ, പഴമൊന്നുമില്ല. ബിക്കോസ് ഇറ്റ് വാസ് നോട്ട് സീസൺ സമയമല്ല. മാവൊക്കെ ആണെങ്കിലും സീസൺ സമയത്ത് മാത്രമേ പൂക്കുള്ളൂ. അവിടെ ചെന്നപ്പം അത്തിമരത്തിൻ്റെ പഴമൊന്നുമില്ല. അന്നേരം ജീസസ് എന്ത് ചെയ്തു? എന്നാൽ വേറെ ഒരു അത്തിമരത്തിലോ അല്ലെ വേറെ എന്തെങ്കിലും പഴം വാങ്ങിക്കാമെന്ന് പറഞ്ഞ് പോവുകയാണ് ചെയ്ത്. അല്ല, ജീസസ് ചെയ്യുന്ന ഇതാണ്, ഈ അത്തിമരത്തെ ശപിക്കുകയാണ്. നീ പണ്ടാരം അടങ്ങി നശിച്ചു പോട്ടെ എന്നൊക്കെ ശപിക്കുകയാണ്. അതായത് സീസൺ അല്ലാത്ത ഒരു സമയത്ത് പഴം കൊടുക്കാൻ അത്തിമരത്തിന് കഴിയില്ലല്ലോ, മിണ്ടാപ്രാണിയാണല്ലോ. പക്ഷേ ജീസസ് പറയുന്നതാണ്, മേ നോ വൺ എവർ ഈറ്റ് ഫ്രൂട്ട് ഫ്രം യു അഗെയിൻ. ഒരുത്തനും നിന്നിൽ നിന്ന് ഇനി ഇങ്ങനെ ഒരു പഴം ലഭിക്കാതെ പോട്ടെ. ആൻഡ് ഹിസ് ഡിസൈപ്പിൾസ് ഹേർഡ് ഹിം സേ സോ. ഇത് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അനുയായികൾ കണ്ടു. In the morning, as they went along, they saw the fig tree withered from the roots. പിറ്റേന്ന് ഇവർ അതിൻ്റെ അടുത്തോട് നടക്കുമ്പോൾ കാണുന്നു, ഈ അത്തിമരം മുഴുവൻ ഉണങ്ങി കരിഞ്ഞ് അതിൻ്റെ വേര് വരെ കരിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. പീറ്റർ റിമെമ്പേർഡ്. ഇന്നലെ ജീസസ് പറഞ്ഞത് പീറ്റർ ഓർത്തു. റാബി ലുക്ക്, ഗുരു നോക്കൂ, ദ ഫിഗ് ട്രീ ഹാസ് cursed and with you cursed is withered. അങ്ങ് ശപിച്ച ആ ഒരു അത്തിമരം നോക്കൂ, അത് മുഴുവൻ കരിഞ്ഞുണങ്ങിയിരിക്കുന്നു. അപ്പോൾ ജീസസ് എന്ന് പറയുന്നത്, അയ്യോ കഷ്ടമായിപ്പോയി, ഞാൻ ശപിക്കേണ്ടായിരുന്നു എന്നാണോ? അല്ല, ജീസസ് പറയുന്നത് ഹാവ് ഫെയ്ത്ത് ഇൻ ഗോഡ്. ദൈവത്തിൽ വിശ്വസിക്കും. അതായത് ഔട്ട് ഓഫ് സീസൺ അല്ലാത്ത സമയത്ത് അതിനകത്ത് മാത്രമേ സാധിക്കുള്ളൂ. മിണ്ടാപ്രാണിയായിട്ടുള്ള ഒരു പ്ലാന്റ് ഫലം കൊടുത്തില്ല എന്ന് പറഞ്ഞ് അതിനെ മുച്ചൂടും ശപിച്ച് നശിപ്പിക്കുന്ന യേശുവിൻ്റെ ഈ ഒരു സമീപനം, ഇത് യഹോവ പോലും ഇങ്ങനെ ചെയ്യുമായിരുന്നോ എന്നെനിക്ക് സംശയം. എന്നാൽ യേശു യഥാർത്ഥത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? യേശുവിൻ്റെ ലൂക്കിൽ ഒരു 13:6-9 വരെയുള്ള ഒരു ഭാഗം നോക്കുക. അദ്ദേഹം ഒരു കഥ പറയുന്നുണ്ട്. ഈ കഥ ഇങ്ങനെയാണ്. എ മാൻ ഹാഡ് എ ഫിഗ് ട്രീ ഗ്രോയിങ് ഇൻ ഹിസ് വിൻയാർഡ്. ഒരു വിൻയാർഡിൽ ഒരാൾക്ക് ഒരു ഫിഗ് ട്രീ വളരുന്നുണ്ട്, ഒരു അത്തിമരം വളരുന്നുണ്ടായിരുന്നു. ആൻഡ് ഹി വെന്റ് ടു ലുക്ക് ഫോർ ദ ഫ്രൂട്ട് ഓൺ ഇറ്റ് ബട്ട് ഡിഡ് നോട്ട് ഫൈൻഡ് എനി. ഒരു ദിവസം അതിൽ നിന്ന് പഴം കഴിക്കാനായിട്ട് അയാൾ ചെന്നു, പക്ഷേ അതിനകത്ത് പഴം ഉണ്ടായിരുന്നില്ല. ഒരു കഥ പറയാണ്, യേശു പറയുന്ന കഥയാണ്. സോ ഹി സെഡ് ടു ദ മാൻ ഹു ടുക്ക് കെയർ ഓഫ് ദ വിൻയാർഡ്. അപ്പം അദ്ദേഹം വിൻയാർഡിൻ്റെ സെക്യൂരിറ്റി ആയിട്ടിരുന്ന ആ മനുഷ്യനോട് പറഞ്ഞു, ഫോർ 3 years now I have been coming to look for fruit on this big fig tree and haven't found any. Cut it down. Why should it use our soil? അതായത് ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ ഫിഗ് ട്രീയിൽ നിന്ന് ഒരു പഴം കഴിക്കാനായിട്ട് വരുന്നു, പക്ഷേ അതിനകത്ത് ഒന്നും ഉണ്ടാകുന്നില്ല. അത് മുറിച്ച് കളഞ്ഞത് വെറുതെ നമ്മുടെ മണ്ണ് നശിപ്പിക്കുന്നതിനാണ്. ആ സ്ഥലത്ത് വേറെ എന്തെങ്കിലും വെക്കാലോ. അപ്പോൾ ഈ സെക്യൂരിറ്റി മാൻ പറയാണ്, സർ, ദ മാൻ റിപ്ലൈഡ്, ലീവ് ഇറ്റ് അലോൺ ഫോർ 1 more year സർ. 1 വർഷം കൂടി അതോടെ നിർത്തിയേക്കും സർ. ആൻഡ് ഐ വിൽ ഡിഗ് അറൗണ്ട് ഇറ്റ് ആൻഡ് ഫെർട്ടിലൈസ് ഇറ്റ് സർ. ഞാൻ അതിന് മറ്റും കുഴിയൊക്കെ എടുത്ത് തടവെടുത്ത് ചാണകവും ജൈവ കൃഷിയൊക്കെ ചെയ്യാം സർ. ആൻഡ് ഇഫ് ഇറ്റ് ബെയർസ് ഫ്രൂട്ട് നെക്സ്റ്റ് ഇയർ ഫൈൻ, അടുത്ത വർഷം അത് കൊണ്ടുവരികയാണെങ്കിൽ ഓക്കെ. ഇഫ് നോട്ട് ദെൻ കട്ട് ഇറ്റ് ഡൗൺ. 1 വർഷം കൂടെ നമുക്ക് നോക്കാം സാർ, ഞാൻ ഒന്നുകൂടെ നെക്സ്റ്റ് ചെയ്യട്ടെ. ഈ ഒരു പാരബിൾ പറയുന്ന ആരാണ്? യേശു. കഴിഞ്ഞതിനകത്ത് യേശു എന്താണ് ചെയ്തത്? യേശു ചെന്നൊരു പഴം നോക്കിയിട്ടില്ലാത്തതിന് അതിനെ എന്തുവാടെ ചെയ്ത്